10-25,000 രൂപ കൊടുക്കേണ്ട AC ഒന്നാമത് കറണ്ട് ചാർജ് അതിൽ കൂടുതൽ കൊടുക്കും. ഇതിപ്പോൾ നമ്മൾ വരുന്ന സമയങ്ങളിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ വേണം ഇതിനകത്ത് ഇവിടെ തറയെല്ലാം കിടക്കും. ഞങ്ങൾ ഒരു 3-4 പേര് ഇതിനകത്ത് സുഖമായിട്ട് ചൂട് സമയങ്ങളിൽ കയറി ഇരുന്ന് വിശ്രമിക്കാറുണ്ട്. ഭയങ്കര ആവിയാ അവിടെ, അപ്പം മേളിൽ കയറി ഒന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചു. ആ മുറിയില് ഇവിടെ നല്ല AC-യാ, നല്ല സുഖം അതിനകത്ത് കിടക്കാന്. ഇല്ല, അല്ലാതെ നല്ല കാറ്റാ. ആ വാ, ഇവിടെ കട്ടിലുണ്ട്, കസേരയുണ്ട്, ബെഞ്ചുണ്ട്, പിന്നെ ഫാന്, റേഡിയോ, അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇത് അപ്പൂപ്പൻ. അല്ല, അപ്പൂപ്പനും അമ്മമ്മയൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരും. ഇപ്പൊ അവരെ വിളിക്കാം. അമ്മമ്മ, അപ്പൂപ്പ. ആ, എന്ത് പറ്റി കുഞ്ഞേ? ഒറ്റയ്ക്ക് പേടി വല്ലതും ഉണ്ടോ? ഇല്ല. ആ, ഞങ്ങൾ വരുവാ. ഇനിയും 2 പേരൂടെ ഉണ്ട്. മോളും മരുവനും കൂടെ വരാനുണ്ട്. ഞങ്ങൾ എല്ലാവരും കൂടെ ഇതിനകത്തിരുന്ന് വർത്താനം പറഞ്ഞിരിക്കാറുണ്ട്. ഇപ്പോഴത്തെ ഈ ചൂടെന്ന് പറഞ്ഞാൽ ഭയങ്കരമായ ചൂടാ. ഏപ്രിൽ മെയ് മാസമൊക്കെ വരുമ്പോഴത്തേക്ക് ഭയങ്കര ചൂടാണ്. ആ സമയത്തേക്ക് നമുക്ക് AC ആക്കിയാൽ 10-25,000 അവിടുത്തെ AC വാങ്ങിക്കുന്നതിനേക്കാൾ നല്ല സുഖമാണ് ഇതിനകത്ത് കയറിയിരുന്നത്. അങ്ങനത്തെ ആശയം തോന്നി ചെയ്താൽ നമുക്ക് പഴയ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. അത് വീട് പൊളിച്ചതിൻ്റെ ആയിരുന്നു, മോളെ വീട് പൊളിച്ചതിൻ്റെ. അപ്പം അതുകൊണ്ട് വന്നിട്ട് ചെറിയ ചെയ്താൽ ഇതൊരു കട്ടിലാണ്. ഒരാൾക്ക് തറയിൽ കിടക്കാം. ഞാൻ വേണം ഇതിനകത്ത് ഇവിടെ തറയിലും കിടക്കും. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. ഞങ്ങൾ ഒരു 3-4 പേര് ഇതിനകത്ത് സുഖമായിട്ട് ചൂട് സമയങ്ങളിൽ കയറി ഇരുന്ന് വിശ്രമിക്കാറുണ്ട്. ഇത് വെച്ച സമയത്തൊക്കെ ഓരോരുത്തർ കളിയാക്കി, നിനക്ക് ജോലിയൊന്നും ഇല്ലയോ, പിന്നെ എന്തെങ്കിലും വേറെ പണികളില്ലയോ എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളത് കയറി കണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇത് കാണാൻ വേണ്ടി തന്നെ ഞങ്ങളുടെ കൂട്ടുകാരൊക്കെ വരാറുണ്ട്. അത് യാദർശ്യ ഒരാളൊക്കെ വരുന്ന സമയത്ത് അവർ ഇതെന്തോ പിന്നെ പ്രാവിൻ്റെ കൂടാന്നോ കിളിയെ വളർത്തുവാന്നോ ആട്ടും കൂടാന്നോ പല സംശയങ്ങൾ ചോദിക്കും. അപ്പോൾ ഞാൻ പറയാം, ഒന്ന് കയറി കണ്ടിട്ട് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം പറഞ്ഞാൽ മതി. വെളി കണ്ടു കഴിഞ്ഞാൽ ഒരു അത്ര ഷേപ്പല്ലല്ലോ, പക്ഷെ ഇതിനകമാണ് കാണണ്ടേ. ഫാന്, കട്ടില്, ലൈറ്റുകൾ, ഹോം തിയേറ്റർ, റേഡിയോ, എല്ലാ സംവിധാനവും ഉണ്ട്. രണ്ടാമത് എല്ലാം വെന്റിലേഷനാണ്. ഇതിപ്പോൾ എല്ലാം കർട്ടൻ ഇട്ടിരിക്കുന്നുള്ളേ ഉള്ളൂ. നമ്മൾ ആ ചൂടാകുന്ന സമയങ്ങളിൽ എല്ലാം മാറ്റിയിടും, എല്ലാം ഇങ്ങനെ ഒഴിച്ചിടും. ഒഴിച്ചിടുന്ന സമയത്ത് നല്ല വെളിച്ചമാണ്. ക്ലിക്കായി ഒക്കെ ആദ്യമൊക്കെ എതിർപ്പായിരുന്നു. അച്ഛൻ ചുമ്മാ മുറ്റത്ത് വൃത്തിയായിട്ട് കാണിച്ചു നോക്കുവാന്നൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പൊ വളരെ ഹാപ്പിയാണ് എല്ലാവരും. രാത്രി ഞാനൊരു 7-8 മണി വരെയൊക്കെ ഇരുന്ന് റേഡിയോ കേട്ടിട്ട് റേഡിയോ വാർത്തകൾ കേൾക്കാറുണ്ട്. റേഡിയോ പരിപാടി എനിക്ക് വലിയ ഇഷ്ടമാണ്. അതുപോലെ പാട്ടും എപ്പോഴും കേൾക്കുന്നുണ്ട്. രാവിലെ 6:30-ക്ക് എണ്ണിച്ച് കഴിഞ്ഞാൽ ഉടനെ റേഡിയോ ഇട്ടിട്ടാണ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ അങ്ങോട്ട് ചെറുതാണ്. എന്നെ സംബന്ധിച്ച് പഴയ സാധനങ്ങളൊക്കെ ഒരു സാധനവും നശിപ്പിച്ച് കളയരുത്. എന്ത് കിട്ടിയാലും എന്തെങ്കിലുമൊക്കെ ചെയ്ത് അത് നല്ലതാക്കി എടുക്കണം. ഒരു സാധനം വിറ്റ് മുടിച്ച് കളയരുതെന്നുള്ളൊരു ആഗ്രഹം. അങ്ങനെയാണ് ഈ സാധനം ഞാൻ ചെയ്യാൻ തന്നെ താല്പര്യം. അല്ലെങ്കിൽ ഇത് എന്നേ ഇപ്പം ചെതിരി കയറി അല്ലെങ്കിൽ തീയരിച്ച് ചാമ്പലായിപ്പോയന് മറ്റേ അതേ ആക്രിക്കാരൻ കൊണ്ടുപോയി അവൻ പൈസയും ആക്കിയത്. അപ്പം അങ്ങനെ ഒരു സാധനങ്ങളും അങ്ങനെ വിറ്റ് നശിപ്പിക്കുന്ന ഒരു പരിപാടിയില്ല. നമുക്ക് എന്ത് കിട്ടിയാലും അതിനെ ജീവനായിട്ട് എടുക്കാൻ വെക്കുന്നതാണ് ഞാനത് ചെയ്തിരിക്കും. അങ്ങനെയാണ് നമ്മുടെ ഒരു ഇതെന്ന് പറയുന്നത്. 10-25,000 രൂപ കൊടുക്കേണ്ട AC ഒന്നാമത് കറണ്ട് ചാർജ് അതിൽ കൂടുതൽ കൊടുക്കും. ഇതിപ്പോൾ നമ്മൾ വരുന്ന സമയങ്ങളിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഈ ജനലുകൾ തുറന്നിട്ട് ഓപ്പണായിട്ട് നല്ല കാറ്റാണ് കിട്ടും. AC ഒക്കെ സുഖമാണ്. ഇതാ 10 പേര് വരെ പിടിച്ചാൽ അങ്ങനത്തില്ല. ഞങ്ങൾ 10 പേരെ വരെ ചെയ്തിരുന്ന ഈ തെങ്ങ് കാറ്റടിച്ച് ഒലഞ്ഞാൽ പോലും യാതൊരു പ്രശ്നം ഉണ്ടാകുന്നില്ല. അതാണ് അതിനകത്തെ സ്ട്രോങ് എന്ന് പറഞ്ഞത്. തന്നെ പഴയ ഒരു കസേരയായിരുന്നു, അത് ഞാൻ കളയണ്ടെന്ന് വിചാരിച്ച് അതിനെ കാലുകൾ കട്ട് ചെയ്തിട്ട് ഞാനൊരു ഊഞ്ഞാലാക്കി. ഞാൻ അതുകൊണ്ടിരുന്ന് ആടാനും ഒക്കെ സുഖമാണ്. ഇവിടെ വന്നത് തന്നെ ആടാനായിട്ട്. അത് ഒരു സന്തോഷമായ കാര്യമാണ്. സമയം പോകുന്ന അറിയത്തേ ഇല്ല. ഞാൻ പിന്നെ എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ കൃഷിയാണ്. പിന്നെ ഞാൻ ഏഴംകുളം ദേവീക്ഷേത്രത്തിൻ്റെ തൂക്കത്തിൻ്റെ ആശാനും കൂടിയാണ്. പിന്നെ ഇത് സ്ഥലമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടൂര് ഏഴംകുളത്തു നിന്ന് നേരെ മാങ്കൂട്ടം ജംഗ്ഷന് താഴെ വശമായിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്.